ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷനാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ്, ഇപ്പോൾ ഈ വീഡിയോസ് ബിഗിനേഴ്സ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. പ്രൈസ് ആക്ഷൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും. പ്രൈസ് ആക്ഷൻ എന്താണെന്നേ അറിയാത്ത ആൾക്കാർ വ്യൂവേഴ്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് പ്രൈസ് ആക്ഷൻ എന്താണ്. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയാസിലും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഈ ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഷുവറായിട്ടും പ്രൈസ് ആക്ഷൻ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഡെയിലി കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഈ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് അറിയണ്ടേ ആദ്യം, എന്നിട്ടല്ലേ എന്തിനാണ് നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ഡിലേ ആക്കുന്നില്ല, സ്ട്രൈറ്റ് നമുക്ക് കണ്ടന്റ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൈസ് ആക്ഷനിൽ നമ്മൾ അറിയേണ്ടത് ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വെക്കുകയൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് ഉണ്ടല്ലോ, ക്യാൻഡിൽ സ്റ്റിക്സ്, ഈ ക്യാൻഡിൽ സ്റ്റിക്സ് 1600കളിൽ കണ്ടുപിടിച്ചൊരു സംഭവമാണ് പ്രൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 1600കളിൽ എന്ന് വെച്ചാൽ 400 വർഷം മുൻപ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇപ്പോൾ 1600കളിൽ ക്യാൻഡിൽ സ്റ്റിക്സ് കണ്ടുപിടിച്ചു. ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് എല്ലാം ഫോളോ ചെയ്തിട്ട് ആൾക്കാർ ട്രേഡ്സ് ചെയ്യാൻ തുടങ്ങിയത് 1800കളിലാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു വലിയൊരു ഹിസ്റ്ററി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രൈസിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് ഓരോ സ്വിങ് ഹൈയും അല്ലെങ്കിൽ സ്വിങ് ലോയും ഇതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ചാർട്ടിൽ പോയിട്ട് സ്വിങ് ഹൈസ് എന്താണ്, സ്വിങ് ലോസ് ഒക്കെ എന്താണ് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ 1 hour ചാർട്ടാണ്. ഓക്കെ, ഇതിൽ എന്താണ് സ്വിങ് ഹൈ അല്ലെങ്കിൽ സ്വിങ് ലോ, ഇതൊക്കെ നമ്മൾ ഇനി ചാർട്ട് കാണുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് വരാൻ പാടില്ല. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മേലോട്ട് പോയി, എന്നിട്ട് താഴോട്ട് വന്ന് പിന്നെയും കണ്ടിന്യൂ ചെയ്തു. ഇതൊരു സ്വിങ് ഹൈ ആണ്. ഓക്കെ, ഇതൊരു സ്വിങ് ഹൈ ആണ്. ഇതിങ്ങനെ മേലോട്ട് പോയി പിന്നെയും താഴോട്ട് വന്നു. ഇത് അടുത്തൊരു സ്വിങ് ഹൈ ആണ്. ഓക്കെ, സ്വിങ് ഹൈ, സ്വിങ് ഹൈ, സ്വിങ് ഹൈ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഹയർ ഹൈ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഹയർ ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് സ്വിങ് ഹൈസ്. ഓക്കെ, ഇനി ഇതിൽ കൺഫ്യൂഷൻ വരണ്ട. അതുപോലെ തന്നെ താഴോട്ട് സ്വിങ് ലോസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഫോളോ ആവാൻ തുടങ്ങി. ഓക്കെ, വന്നു, കുറച്ചൊന്ന് മേലോട്ട് കയറി, പിന്നെയും താഴോട്ട് വന്നു, കുറച്ചൊന്ന് മേലോട്ട് കയറി, പിന്നെയും താഴോട്ട് വന്നു. ഇതാണ് സ്വിങ് ലോ. അതായത് ഇങ്ങനെ വന്നു, താഴ്ന്ന് മേലോട്ട് കയറി, ഇതൊരു സ്വിങ് ലോ ആയിട്ട് വരും. പിന്നെയും താഴോട്ട് വന്നു, ഒന്ന് മേലോട്ട് കയറി, പിന്നെയും താഴോട്ട് പോയി. അപ്പോൾ ഇത് അടുത്തൊരു സ്വിങ് ലോ ആയിട്ട് പറയും. ഇത്രയേ ഉള്ളൂ സ്വിങ് ഹൈയും സ്വിങ് ലോയും. ഓക്കെ, ഈ സ്വിങ് ഹൈയും സ്വിങ് ലോയിലും നമ്മൾ ഒരു ഹിയർ ഇറ്റ് ഈസ്, we mark support and resistance levels with respect to the swing highs and lows. അതായത് നമ്മൾ ജസ്റ്റ് ഈ സ്വിങ് ഹൈയും സ്വിങ് ലോസും ഉണ്ടല്ലോ, ഇപ്പോൾ ഇതൊരു സ്വിങ് ഹൈ ആണ്, ശരിയല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വന്ന് താഴോട്ട് വന്നു, ഇതൊരു സ്വിങ് ഹൈ ആണ്. ഇവിടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ഇതിനെ പറയുന്നതാണ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന്. ഓക്കെ, കുറച്ചുകൂടി ഡാർക്ക് ആക്കാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഹൈ അല്ലെങ്കിൽ ലോ ഉണ്ടാക്കിയിട്ട് വരുന്നതിനെയാണ് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഹൈ ഉണ്ടായി, നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ഹൈ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്നു, ഇവിടെയൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഇവിടെ ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്തതിൻ്റെ, ഇവിടെ ഉണ്ടാക്കിയ ഹയർ ഹൈ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ലോവർ ലോ, ഇതിൻ്റെ ബേസിലാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തത്, ശരിയല്ലേ? പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഈ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ?
അതായത് നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ ലെവൽസിനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് പറയുന്നത്. മാർക്കറ്റ് ക്ലോസ് ആയത് ഇവിടെ. ഈ ഒരു കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന്റെ മേലെയുള്ളത് ഫുള്ള് റെസിസ്റ്റൻസും ഇതിന്റെ താഴെയുള്ളത് ഫുള്ള് സപ്പോർട്ടും. സപ്പോസ് ഈ ഒരു പ്രൈസിൽ നിന്ന് താഴോട്ട് വന്ന് ഈ ഒരു ലെവലിനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ പിന്നീട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും എന്താ നടക്കുന്നത്? നമ്മളിതിങ്ങനെ മേലോട്ട്, ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നു, ഇവിടെ നിന്ന് പ്രൈസ് റിജക്റ്റ് ആയി മേലോട്ട് പോയി, ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു ലെവൽ വെച്ച് മാർക്ക് ചെയ്തു. പിന്നീട് ഇതിപ്പോ അതിന്റെ പിറ്റേ ദിവസം നോക്കുകയാണെങ്കിൽ, പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മേലോട്ട് കയറിപ്പോയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു എന്താണ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലെവൽ മാർക്ക് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. പിന്നീടുള്ള ഒരു ദിവസം മാർക്കറ്റ് മേലോട്ട് കയറി ഈ ഒരു പ്രൈസിനെ റെസ്പെക്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ താഴോട്ട് വന്നത് കണ്ടോ? ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മേലോട്ട് പോയി ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പ്രൈസിനെ റെസ്പെക്ട് ചെയ്തിട്ട് മേലോട്ട് പോയില്ലേ? അപ്പം നമ്മൾ ഇവിടെ ഒരു ലെവൽ വെച്ച് മാർക്ക് ചെയ്തു. പിന്നീട് ഇതേ ലെവൽ എത്തിയപ്പോൾ ഇവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇവിടെ നിന്ന് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ, ഹയർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്വിംഗ് ഹൈസ് എന്ന് പഠിച്ചു, എന്താണ് സ്വിംഗ് ലോസ് എന്ന് പഠിച്ചു. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ശരിയല്ലേ? ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തിനാണ് നമ്മളിങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ട്രേഡർ ക്യാൻ യൂസ് ദീസ് പ്രൈസ് ആക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ തോട്ട് പ്രോസസ് ബിഹൈൻഡ് എ മാർക്കറ്റ്സ് മൂവ്മെന്റ്. ഇതിങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആയ നമ്മൾക്കറിയാം അല്ലേ? ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. മുൻപുള്ള ദിവസങ്ങളിലെല്ലാം ഇതെല്ലാം മാർച്ചിലെ മൂവ്മെന്റ് ആണ് കേട്ടോ. ഇപ്പൊ 2 മാസം മുൻപത്തെ മൂവ്മെന്റ് ആണ്. ഇവിടെയൊക്കെ റെസ്പെക്ട് ചെയ്തു. നമ്മൾ അവിടെ ഇന്നത്തെ ദിവസം വെച്ചിട്ട്, ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ജൂലൈ 2 ആണ്. പക്ഷെ അതിന് മാസങ്ങൾക്ക് മുൻപുള്ള ദിവസങ്ങളുടെ പ്രൈസ് എടുത്ത് നോക്കുമ്പോൾ റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഇതെല്ലാം ഫെബ്രുവരിയാ റെസ്പെക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്രൈസിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതേ പ്രൈസ് പോയിന്റ് എത്തുമ്പോൾ റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് എത്തുമ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് താഴോട്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെയും മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ പോകുമെന്നും ഇത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടം വരെ വരുമെന്നും ഇത് ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ ഇവിടം വരെ പോകുമെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഇതിൽ മാറ്റം വരാൻ പോടില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയാ. ഓക്കെ, അതായത് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ പ്രൈസ് ആക്ഷൻ. സപ്പോർട്ടും നമ്മൾ ഈ ഹയർ ഹൈസും ലോവർ ലോസ് ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ ലെവൽസ് മാർക്ക് ചെയ്ത് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്ന രീതിയാണ് പ്രൈസ് ആക്ഷൻ. സിമ്പിൾ ആണ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, പിന്നെ ഇതിൽ ക്യാൻഡിൽസും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. ഓക്കെ, ബ്രേക്ക് ഔട്ട്സ് എല്ലാം, അതായത് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഒരു ഫോൾ വരുന്ന മനസ്സിലാക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സും കൂടി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കാര്യം വളരെ എളുപ്പമായിരിക്കും.
സി ഇപ്പോൾ ഇവിടെ നിന്ന് വന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ഇവിടെ ടച്ച് ആയപ്പോൾ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതിവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയത് അല്ലേ? അപ്പൊ ഇതിന്റെ അവിടെ എത്തിയപ്പോൾ, ഈ ഒരു ലെവലിന്റെ അവിടെ എത്തിയ സമയത്ത് സെല്ലേഴ്സ് ഒന്ന് ഒതുങ്ങും. കാരണം ഈ ലെവൽ എത്താറായി, ഇനി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് പിന്നീട് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് ഇവിടെ നിന്നെല്ലാം സെല്ല് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെല്ലാവരും സെല്ല് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തി. ഇവിടെ നിന്ന് പിന്നീട് ഇവിടെ നിന്ന് ടച്ചായി മേലോട്ട് കയറി. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇത് ബ്രേക്കായി താഴോട്ട് വന്നത്. ബ്രേക്ക് ആയപ്പോൾ എന്ത് സംഭവിച്ചു? സെല്ലേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്, ഇത് ബ്രേക്ക് ആയപ്പോൾ. അങ്ങനെ സെല്ല് ചെയ്തു. മാർക്കറ്റ് താഴോട്ട് ഫോളായി. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ പ്രൈസ് ആക്ഷൻ. ഓക്കെ, പിന്നെ നമ്മൾ എന്തിനാണ് ഈ പ്രൈസ് ആക്ഷൻ തന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ പ്രൈസ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. അതായത് നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാനോ, അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാനോ, ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇക്വിറ്റി ട്രേഡ് ചെയ്യാനോ, ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാനോ എല്ലാത്തിലും ഇത് അപ്ലിക്കബിൾ ആണ്. പ്രൈസ് ആക്ഷൻ എല്ലാവിടെയും വർക്കാവും. ഓക്കെ, ഇത് യൂണിവേഴ്സലി ലോകമെമ്പാടുമുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഇതിൽ ബിഗ് പ്ലെയേഴ്സ് ആൻഡ് റീറ്റെയിൽ ട്രേഡേഴ്സ് ആർ ഫോളോവിങ് ദ പ്രൈസ് ആക്ഷൻ ടു ട്രേഡ്. ഇതിൽ ബിഗ് പ്ലെയേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ആരാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സ് ആണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ബിഗ് പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വലിയ വലിയ ബാങ്കുകൾ, അല്ലെങ്കിൽ ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ, ഇവരെല്ലാം ഇതിൽ ട്രേഡ്സ് എടുക്കാൻ വേണ്ടി വരും. അവരാണ് ബിഗ് പ്ലെയേഴ്സ്. ഓക്കെ, മാർക്കറ്റിൽ 2 ടൈപ്പ് ട്രേഡേഴ്സ് ആണുള്ളത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും പിന്നെ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ട്രേഡേഴ്സും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ഫോളോ ചെയ്തില്ലെങ്കിലോ, അതായത് ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് കയറി വരുന്ന ആൾക്കാർ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മാർക്കറ്റിൽ പിന്തള്ളപ്പെടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ പ്രൈസ് ആക്ഷൻ. ഇപ്പൊ എന്തുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? Without knowing price action, and retail trader cannot read and understand the chart. Hence they drop trading by booking losses. ഓക്കെ, പ്രൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നത്, ചാർട്ടിലുള്ള പ്രൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലും അറിയില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദിവസം നമ്മൾ ട്രേഡ് ചെയ്യും, എന്നിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ് ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, ഇപ്പൊ പ്രൈസ് എങ്ങനെ റീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ പോകുമെന്ന് നമുക്കറിയാം. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? ഹിസ്റ്റോറിക്കൽ പ്രൈസസിൻ്റെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പ്രൈസ് റീഡ് ചെയ്യാൻ അറിയാം. ഇത് ബ്രേക്കായി ഇവിടം വരെ പോകുമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൈസ് ആക്ഷൻ എന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ നമ്മുടെ ഈ ഒരു, അതായത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലും ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലും എല്ലാം ഈ ഒരു കണ്ടന്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതായത് 99% ഓഫ് ട്രേഡേഴ്സ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ദെയർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷനാണ് നമ്മളെ ഇല്ലാതാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം. ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും, ട്രേഡിൽ എൻ്റർ ആവുന്നതിന് മുൻപാണെങ്കിലും, എക്സിറ്റ് ആകുമ്പോഴാണെങ്കിലും ഫുള്ളി ഈ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. ഓക്കെ, ഈ ഒരു 4 കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ട്രേഡിങ്ങിൽ നമുക്ക് ഓരോ തീരുമാനങ്ങൾ വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇമോഷനെ അങ്ങോട്ട് കൊണ്ടുവരാതെ നമുക്ക് ഈ ഒരു 4 പോയിന്റ് മനസ്സിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.